So, മക്കളെ നമ്മൾ ഇനി നെക്സ്റ്റ് പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ ജനറൽ ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു അല്ലേ. ആനിമൽസിലെ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പ്ലാന്റ്സിനെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കാം നമുക്ക്. സോ കോഓർഡിനേഷൻ ഇൻ പ്ലാന്റ്സ് ആണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്. സോ യു ക്യാൻ റൈറ്റ് ദ ഹെഡിങ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോഓർഡിനേഷൻ ഇൻ പ്ലാന്റ്സ്. കോഓർഡിനേഷൻ ഇൻ പ്ലാന്റ്സ്. സോ പ്ലാന്റ്സിലെ ഡിഫറെന്റ് വൈറ്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റികളെ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നത്? പ്ലാന്റ്സിലെ വൈറ്റൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ മെയിൻലി നമുക്ക് പ്ലാന്റ്സിന്റെ ന്യൂട്രീഷൻ ആകാം, പ്ലാന്റ്സിന്റെ മെയിൻലി ഗ്രോത്ത് ആകാം അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാന്റ്സിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. സോ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് കുറെ കാര്യങ്ങൾ ഡൗട്ട് ഉണ്ട്. കാരണം ആനിമൽസിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്ലാന്റ്സ് നമ്മളിങ്ങനെ കാണുന്നില്ല അല്ലെ. പ്ലാന്റ്സ് ആനിമൽസ് ഇങ്ങനെ പലജാതി റെസ്പോൺസ് നമ്മൾ ഡയറക്ട്ലി കാണുന്നുണ്ട്. പക്ഷേ പ്ലാന്റ്സിൽ ഒരുപാട് റെസ്പോൺസുകൾ ഉണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. പ്ലാന്റ്സിലെ ഗ്രോത്ത് ചിലപ്പോൾ നമ്മളൊരു ചെടിച്ചട്ടി നമ്മൾ വീട്ടിൽ നമ്മൾ എവിടെയാണ് നമ്മളൊരു ജനലിൻ്റെ അറ്റത്ത് ഒരു ചെടിച്ചട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. നിങ്ങൾ ഇതിൽ പല ആളുകൾക്കും ഒബ്സർവേഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ വള്ളികൾ ഇങ്ങനെ പടർന്നു പോകുന്ന കുറേ കാര്യങ്ങൾ പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. ഐ മീൻ പലതരത്തിലുള്ള റെസ്പോൺസ്. പക്ഷേ ആനിമൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു റെസ്പോൺസ്, അതായത് ഈ ഒരു വൈറ്റൽ പ്രോസസ്സുകൾ പ്ലാന്റ്സിൽ പല ഡിഫറൻസുകൾ കാണിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഈ കോർഡിനേഷൻ എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് പ്ലാന്റ്സിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ആക്ച്വലി സ്പീക്കിംഗ് ആനിമൽസിൽ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ന്യൂറൽ കൺട്രോളും കെമിക്കൽ കൺട്രോളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പ്ലാന്റ്സിന് മെയിൻലി ഇത് കാണുന്നത് ആദ്യമേ പറയാം കുറച്ച് കെമിക്കൽസ് ആണ് മെയിൻലി. അത് ചിലപ്പോൾ ഹോർമോൺസുകളാകാം, ബാക്കി പല കെമിക്കൽസുകളാകാം. ഓക്കെ, സോ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സ് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകേണ്ട ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് കേട്ടോ. ഈ ഒരു കോർഡിനേഷൻ പ്ലാന്റ്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ പ്ലാന്റ്സ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? ഇപ്പോൾ പ്ലാന്റ്സ് കുഞ്ഞൊരു സീഡ് ഉണ്ടാവും. ആ സീഡ് ഇങ്ങനെ വിത്ത് ഇങ്ങനെ മുളച്ചിട്ട് ഇങ്ങനെ പതുക്കെ അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പതുക്കെ സീഡ് കോട്ട് പൊട്ടിയിട്ട് ഇങ്ങനെ നമ്മളെന്താ പ്ലാന്റ്സ് ഇങ്ങനെ ഗ്രോ ചെയ്ത് വലിയ സ്റ്റെമ്മുകളായി മാറി അതിൽ നിന്ന് പിന്നെ ലീഫ്, ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതും ഒരു പെർട്ടിക്കുലർ സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്ലാന്റ്സ് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതും ഇനി കോർഡിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ഈ ഒരു പർട്ടിക്കുലർ കോർഡിനേഷൻ, കൺട്രോൾ കോർഡിനേഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, മെയിൻലി നമുക്ക് പ്ലാന്റ്സിൽ ഫസ്റ്റ് ആയിട്ട് മൂവ്മെന്റ് എന്നുള്ള ടോപ്പിക്കിലേക്ക് കിടക്കാം. കാരണം പ്ലാന്റ്സിനെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൂവ്മെന്റ് അല്ലെ. പ്ലാന്റ്സിന്റെ മൂവ്മെന്റുമായിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്. ഈ മൂവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ഞാൻ പറഞ്ഞ കോർഡിനേഷൻ എന്നുള്ള പരിപാടിന്റെ ഡിഫറെന്റ് ആണ് ഇൻ ഇറ്റ്സ് ആക്ഷൻ ആൻഡ് മെക്കാനിസം. വൈൽ കൺസിഡറിംഗ് വിത്ത് ദ പ്ലാന്റ്സ്, വൈൽ കൺസിഡറിംഗ് വിത്ത് ദ ആനിമൽസ്, the coordination is actually different, or coordination is different in its action and even mechanism എന്ന് പറയാറുണ്ട്. Okay, this is very important when considering while considering with animals എന്നും കൂടി എഴുതാം അല്ലേ. while considering with animals, first of all movement ആണ്. സോ മൂവ്മെന്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ സംബന്ധിച്ചുള്ള മൂവ്മെന്റ് ആണ്. ആദ്യമായി പറയാം, പ്ലാന്റ്സിനെ സംബന്ധിച്ചുള്ള മൂവ്മെന്റ് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലാന്റ്സിലെ മൂവ്മെന്റ് എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ടു ഗ്രോത്ത് ആകാം, അല്ലെങ്കിൽ മൂവ്മെന്റ് ഡിപെൻഡന്റ് ടു ഗ്രോത്ത് ആകാം. സോ വാട്ട് ആർ ദ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്? സോ മൂവ്മെന്റ്സ് രണ്ട് തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മൂവ്മെന്റ്സ് ആർ ഓഫ് ടു ടൈപ്സ് ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ്. ഒന്ന് മൂവ്മെന്റ്സ് which are independent to growth. ഒന്ന് മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ടു ഗ്രോത്ത്, രണ്ട് മൂവ്മെന്റ്സ് ഡിപെൻഡന്റ് ടു ഗ്രോത്ത് ആണ്. ഓക്കെ, അത് എന്താണെന്നല്ല ഞാൻ പറയാം. അതിന് മുന്നിട്ട് എനിക്ക് പറയാനുള്ളത്, പ്ലാന്റ്സിനെ സംബന്ധിച്ചുള്ള മൂവ്മെന്റ് നമ്മൾ പറയുന്നത് നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് റെഗുലേറ്റ് ദ മൂവ്മെന്റ്സ് ഓഫ് പ്ലാന്റ്സ്? സോ മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്, ആക്ച്വലി മൂവ്മെന്റ് എന്ന് പറയുന്നത് റെഗുലേറ്റഡ് ബൈ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെഗുലേറ്റഡ് ബൈ നമുക്ക് പറയാം റെഗുലേറ്റഡ് ബൈ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിൽ തന്നെ കാണുന്നതാണ്. സോ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഓക്കെ, ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ. പ്ലാന്റ്സിന്റെ മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, ഇത് ഞാൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചത്. ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ ഉള്ളിൽ തന്നെയുള്ള ഫാക്ടേഴ്സ്. ഇൻട്രിൻസിക് ഇൻസൈഡ്, എക്സ്ട്രിൻസിക് എന്നൊക്കെ പുറത്ത് അല്ലേ. സോ റെഗുലേറ്റഡ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്ലാന്റ്സിലെ മൂവ്മെന്റ്സിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സെക്രീഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസോ ഉണ്ടാവുമോ? ഡെഫിനറ്റ്ലി യെസ്. അതിന് വിളിക്കുന്ന പേരാണ് പ്ലാന്റ് ഹോർമോൺസ്, അല്ലെങ്കിൽ അതിന് നമ്മൾ ഫൈറ്റോ ഹോർമോൺസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടറിന്റെ എക്സാമ്പിൾ ആണ് ഫൈറ്റോ ഹോർമോൺസ്. ഒരുപാട് ഫൈറ്റോ ഹോർമോൺസുകൾ നമ്മൾ പഠിക്കാനുണ്ട് കേട്ടോ. ആൻഡ് എക്സ്ട്രിൻസിക് ഫാക്ടർ,
പുറമേയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാന്റ്സിന്റെ മൂവ്മെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി അല്ലേ, നമുക്കറിയാം സൺലൈറ്റ്. അപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് ചെടിച്ചട്ടി നമ്മൾ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെടിച്ചട്ടി ഇങ്ങനെ ചെടിച്ചട്ടി അല്ലല്ലോ, ചെടി വളരുന്ന പോലെ. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, സൺലൈറ്റ് പറയാം, പിന്നെ കെമിക്കൽസ് അല്ലേ, സൺലൈറ്റ് പറയാം, ചില കെമിക്കൽസ് പറയാം. ഓക്കെ, ഇതൊക്കെ ഒരു എക്സ്ട്രിൻസിക് ഫാക്ടർ ആയിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഓക്കെ, നൗ ഞാൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് ഉണ്ട്, മൂവ്മെന്റ്സ് ഡിപെൻഡന്റ് ഗ്രോത്ത് ഉണ്ട്. അത് രണ്ടും നമുക്ക് അറിയണം. സോ മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ഗ്രോത്തും മൂവ്മെന്റ്സ് ഡിപെൻഡന്റ് ഗ്രോത്തും. സോ ഫസ്റ്റ് ഓഫ് ഓൾ മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് ആണ്. നമ്പർ 2, മൂവ്മെന്റ്സ് ഇൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ് ആണ് ഞാൻ പറഞ്ഞത്. മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് ഉണ്ട് ആൻഡ് ആൾസോ മൂവ്മെന്റ്സ് വിച്ച് ആർ ഡിപെൻഡന്റ് ടു ഗ്രോത്ത് ഉണ്ട്. ഓക്കെ, ഇതെന്താ ഉദ്ദേശിച്ചത്? വളരെ സിമ്പിൾ ആണ്. മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതായത് ഗ്രോത്തുമായിട്ട് ബന്ധമില്ലാത്ത മൂവ്മെന്റ്സ് ഉണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ലീഫിലെ സ്റ്റൊമാറ്റ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ. ലീഫിലെ സ്റ്റൊമാറ്റ, ലീഫ് വരയ്ക്കും ഞാനൊരു പച്ചയില. ലീഫിലെ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിലെ ഓപ്പണിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലീഫിലെ ഓപ്പണിംഗ് ആയിട്ട് കിഡ്നി ഷേപ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ ഉണ്ട്, അതിനൊക്കെ സറൗണ്ട് ഗോഡിങ് സെൽസ്. അങ്ങനെ ഈ ഓപ്പണിംഗ് ആണ് അല്ലെ. ഈ ഓപ്പണിംഗ് ചിലപ്പോൾ വാട്ടറിന്റെ പ്രസൻസിലോ വാട്ടറിന്റെ ആബ്സെൻസിലൊക്കെ ഇത് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ആ മൂവ്മെന്റ് ഗ്രോത്തുമായിട്ട് റിലേറ്റഡ് ആണോ? അല്ല. സോ മൂവ്മെന്റ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഓക്കെ, പിന്നെ ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മളെ ടച്ച് മീ നോട്ട് പ്ലാന്റ് നിങ്ങൾ കേട്ടില്ലേ? ടച്ച് മീ നോട്ട് പ്ലാന്റിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് മൈമോസ പ്യൂഡിക്ക എന്നാണ് കേട്ടോ. മൈമോസ പ്യൂഡിക്ക എന്ന് പറയും ടച്ച് മീ നോട്ട് പ്ലാന്റ്. ഈ ടച്ച് മീ നോട്ട് പ്ലാന്റ് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അല്ലെ, ടച്ച് മീ നോട്ട് തൊട്ട് കഴിഞ്ഞാൽ അവർ ഷ്രിങ്ക് ചെയ്യുന്നത് കാണാം അല്ലെ. ഈ ടച്ച് മീ നോട്ടിന്റെ ഈ മൂവ്മെന്റും ആക്ച്വലി ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഗ്രോത്ത് അല്ലെ. അതൊരു റിഫ്ലക്സ് പോലെ തന്നെ അവർ പെട്ടെന്ന് അങ്ങനെ അടയുന്നതാണ് അല്ലെ. അതിന്റെ മെക്കാനിക്സ് ഒക്കെ നിങ്ങൾ പഠിക്കും. അതിന്റെ മെക്കാനിക്സ് എന്ന് പറയുന്നത് അതിന്റെ ഇൻസൈഡ് ആയിട്ടുള്ള ടെർഗർ പ്രഷർ, നമ്മൾ തൊടുന്ന സമയത്ത് ടെർഗർ പ്രഷർ ഡിഫറൻസ് വരുന്നു. ഉള്ളിലുള്ള വാട്ടർ മോളിക്യൂൾസ് പുറത്തേക്ക് അഡ്ജസന്റ് സെല്ലിലേക്ക് പോകുന്നു. വാക്യൂളിൽ നിന്ന് അഡ്ജസന്റ് സെല്ലിലേക്ക് പോയിട്ടാണ് ആ ഷ്രിങ്കിങ് നടക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും. സോ എക്സാമ്പിൾ നമ്പർ 1 നമ്മൾ ഇത് പഠിച്ചു. എക്സാമ്പിൾ നമ്പർ 2 നമുക്ക് എന്ത് പഠിക്കാം? യെസ്, എക്സാമ്പിൾ നമ്പർ 2 നമ്മുടെ റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലൈ, റെസ്പോൺസ് ഓഫ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ് അങ്ങനെ കൊടുക്കാം അല്ലെ. റെസ്പോൺസ് ഓഫ് എ ടച്ച് മീ നോട്ട് പ്ലാന്റ് ടു ടച്ച് അല്ലെ, ടു എനി ടച്ച്. അതാണ് മൂവ്മെന്റ് ഇൻഡിപെൻഡന്റ് ഗ്രോത്തിന് 2 എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കുന്നത്. ഇനി മൂവ്മെന്റ്സ് ഡിപെൻഡന്റ് ഗ്രൂത്ത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മൂവ്മെന്റ്സ് ഡിപെൻഡന്റ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെല്ലുകൾ ഇങ്ങനെ വളർന്നു വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് ഫോർ എക്സാമ്പിൾ സിംപ്ലി നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്ലാന്റ്സിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റെം ഇങ്ങനെ ഗ്രോ ചെയ്ത് ഇങ്ങനെ പോകുന്നത് അല്ലെ, ഇങ്ങനെ ഗ്രോ ചെയ്ത് അല്ലെങ്കിൽ സൺലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോ ചെയ്ത് പോകുന്നത് എന്തും ആകാം. അതൊക്കെ മൂവ്മെന്റ് ഡിപെൻഡന്റ് ടു ഗ്രോത്ത് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു this includes movements result in the growth of plant. അപ്പോൾ dependent growth എന്ന് പറഞ്ഞാൽ this includes the movements which actually result in the growth of the plant എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടാണ് ഈ മൂവ്മെന്റ് ഈ തരം മൂവ്മെന്റ്, അതായത് ഗ്രോത്തിന്, അതായത് ഇപ്പോൾ പ്ലാന്റ് ഇനീഷ്യൽ ഒരു സീഡ് ആണെങ്കിൽ ഇതിങ്ങനെ ഗ്രോ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടല്ലേ, എങ്ങനെയാണ് ഈ മൂവ്മെന്റ് നടക്കുന്നത് എന്നുള്ളതിന്റെ സിമ്പിൾ ആൻസർ ആണ് പ്രസൻസ് ഓഫ് മെരിസ്റ്റംസ്. എന്താണ്? സോ അത് എഴുതിക്കോളൂ, പ്രസൻസ് ഓഫ് മെരിസ്റ്റംസ്. അപ്പോൾ ഓക്കെ, പ്ലാന്റ് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? പ്ലാന്റ് ഗ്രോസ് യൂസിങ് എന്താ മക്കളെ? യൂസിങ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. ആ സെല്ലിന്റെ പേര് എഴുതിക്കോളൂ. യൂസിങ് സ്പെഷ്യലൈസ്ഡ് സെൽസ് called meristematic cells. This is very important. Meristematic cells. ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ് ആക്ച്വലി പ്ലാന്റ്സിലെ ഡിവൈഡിങ് സെൽ എന്ന് പറയുന്നത്. പ്ലാന്റ്സിന്റെ പുറമേ കാണുന്ന സൂപ്പർഫിഷ്യലി കാണുന്ന സെല്ലുകളാണ് മെരിസ്റ്റമാറ്റിക് സെൽസ്. ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ചില മെരിസ്റ്റമാറ്റിക് സെൽ ഡിവൈഡ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അവരിങ്ങനെ മെച്ചുർ ചെയ്ത് പല ജാതി വെറൈറ്റി ഓഫ് സെല്ലുകളായിട്ട് അവർ മോഡിഫൈ ചെയ്തിട്ടാണ് പ്ലാന്റ്സിന്റെ പല different varieties of cells and tissues and plants ഉണ്ടാകുന്നത്. Whatever the presence of meristematic cells ആണ് very important for the movements which is happening in plants എന്നുള്ളതാണ്. Okay, so this acts the meristematic cell meristematic cell
ക്യാൻ ഡിവൈഡ്, രണ്ട് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ക്യാൻ ഡിവൈഡ് എന്നുള്ളത് മാത്രമല്ല, ആൻഡ് സ്പെഷ്യലൈസ് അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സെല്ലിങ്ങനെ ഡിവൈഡ് ചെയ്താൽ മാത്രം മതിയോ? സെല്ലിങ്ങനെ ഡിവൈഡ് ചെയ്താൽ മാത്രം പോരാ. സെല്ല് ഡിവൈഡ് ചെയ്ത സെല്ല് ചില പെർട്ടിക്കുലർ വെറൈറ്റി ഓഫ് സെല്ല് പല വെറൈറ്റി ഓഫ് സെല്ലുകൾ പ്ലാന്റ്സിലുണ്ട് അല്ലേ, ഇൻക്ലൂഡിങ് കണക്റ്റീവ്, അതായത് നമ്മൾ സൈലം ഫ്ലോയം, അങ്ങനെ പല ജാതി പറയും, നിങ്ങൾ ഇതിൽ പഠിക്കും, ബോട്ടണിയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല ജാതി വെറൈറ്റി ഓഫ് സെല്ലുകൾ ആക്ച്വലി ഉണ്ടാകുന്നത് ഈ മെരിസ്റ്റമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ന് പറയും. സോ നിങ്ങൾക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ പ്ലാന്റ്സിന്റെ ഗ്രോത്തിലെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പഠിക്കാനുള്ളത്, ടൈപ്സ് ഓഫ് മൂവ്മെന്റ്സ് അല്ലെ, മൂവ്മെന്റ്സിന്റെ ടൈപ്സ് ഇൻ പ്ലാന്റ്സിലെ അത് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് രണ്ട് തരത്തിലാണ്. മൂവ്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ടു ഗ്രോത്ത് ഉണ്ട്, പിന്നെ മൂവ്മെന്റ്സ് ഡിപെൻഡന്റ് ടു ഗ്രോത്ത് ഉണ്ട്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.